ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 1 ഒരു മാസം വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി എത്ര ദിവസം കൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു പ്രിലിമിനറി എക്സാമിനേഷനിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 ദിവസങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. 300 ദിവസം എന്ന് പറയുമ്പോൾ ഒരു അക്കാഡമിക് ഇയർ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇനി വരുന്ന 300 ഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പല ഡിസ്ട്രാക്ഷനുകളും ഉണ്ടാവും നമുക്ക് ഇതിനിടയിൽ. പല കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും സ്കിപ്പ് ചെയ്യാനായിട്ടും ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഏർപ്പെടാനായിട്ടുള്ള പല ടെംപ്റ്റേഷനുകളും നമുക്ക് ഉണ്ടാവും. സോ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് പോകുക. നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന്റെ ഒരു പ്രൈം ഫേസിലേക്കാണ് നിങ്ങളിപ്പോൾ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ ദീർഘമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചർച്ച തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനും ആ ഒരു ഇന്ററാക്ഷനും നമുക്ക് ഈ മാസവും തുടർന്ന് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ദെൻ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് കുറച്ചും കൂടി എൻഗേജിങ് ആക്കുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസുകളും ബാക്കിയുള്ള ചെറിയ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അത് വഴിയെ നിങ്ങളോട് തന്നെ നമ്മൾ പറയാം. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ US ട്രേഡ് റിലേഷൻ. അതായത് ഇന്നലെ ഇന്ന് നമ്മളുടെ USA പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നമുക്കൊരു 25% ടാരിഫ് അടിച്ചു തന്നിരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ടാരിഫ് അടിച്ചു തന്നിരിക്കുന്നത്? അതായത് ഇന്ത്യയുടെ ഹൈ ട്രേഡ് ബാരിയർ ആണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണ്? ഓഫ് കോഴ്സ് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഓയിൽ ട്രേഡ്, അതായത് ബ്ലഡ് ഓയിലാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈനിന്റെ ചോരയിൽ പുരണ്ട എണ്ണയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കുറച്ച് കാലമായിട്ട് യൂറോപ്യൻ യൂണിയൻ അല്ല, നാറ്റോ ആണെങ്കിലും മറ്റേ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിനെതിരെ ഞങ്ങളൊരു ടാരിഫ് പ്രഖ്യാപിക്കും എന്ന് അമേരിക്ക കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഓഗസ്റ്റ് 1 ആയിരുന്നു അതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ ഇന്ത്യ അതിനെ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ മേജർലി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള മേജർ ട്രേഡ് അല്ല, അല്ലെങ്കിൽ ഈ ഓയിൽ മാത്രമല്ല ഇതിനുള്ള ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. $45 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യയും USA തമ്മിലുള്ളത്. ഇന്ത്യയും USA തമ്മിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. USA ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള കൺട്രി. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇമാജിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണല്ലോ USA എന്ന് പറയുന്നത്. സോ അവരെങ്ങനെയാണ് ഇത്രയും ട്രേഡ് ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുക? കാരണം അവർക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും എളുപ്പം പുറത്തുനിന്നുള്ള ഒരു കൺട്രിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. മനസ്സിലായോ? കാരണം എന്താണ്? USA ഡോളർ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് ഇത്രയും ട്രേഡ് ഡെഫിസിറ്റ് വാങ്ങിച്ചിട്ടും USA ഡോളർ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? സോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു കൺട്രിയാണ് USA എന്ന് പറയുന്നത്. USA വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൈനയാണ് ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആയിട്ട് ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് പൊസിഷനുകളിൽ ഇന്ത്യയും ജർമ്മനി അങ്ങനെ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. സോ ഇന്ത്യ എന്താണ് പ്രധാനമായിട്ടും USA കയറ്റി അയക്കുന്നത്? USA ഈ പേൾസുകൾ, നമ്മൾ ഇന്ത്യയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരു ചാർട്ട് നോക്കി പഠിച്ച് ഓർക്കുന്നുണ്ടോ? സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഒരു ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ഇന്ത്യയുടെ എക്സ്പോർട്ടും ഇന്ത്യയുടെ ഇമ്പോർട്ടും നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെട്രോളിയം ആണ് ഒന്നാമത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ പേൾസ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ജ്വല്ലറി, അങ്ങനെയുള്ള ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ എക്സ്പോർട്ട് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ്, റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വേറെ എന്താണ്? ജ്വല്ലറി തന്നെ നമ്മൾ കയറ്റി അയച്ചു. ദെൻ ഒരു 7th പൊസിഷനിലേക്ക് വരുമ്പോൾ മറൈൻ പ്രൊഡക്റ്റുകൾ വരും, ദെൻ ഫാർമസ്യൂട്ടിക്കൽസ് വരും. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പുറത്തു നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ അതിവിടെ വാല്യൂ ആഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിൽക്കും. അതാണ് ഇന്ത്യയുടെ തന്ത്രം. ഇന്ത്യ നല്ലൊരു കച്ചവടക്കാരനാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ
അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെയും യു എസ് എയുടെയും ട്രേഡിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞത് ഈ ജ്വല്ലറി ആൻഡ് നമ്മളുടെ ജെംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ദെൻ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റുകളാണ് രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നത്. എന്താണ്? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ദെൻ മൂന്നാമത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതായത് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണ് തേർഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് കയറ്റി അയക്കുന്നത്. സോ ഈ രണ്ട് ഇൻഡസ്ട്രീസിനും ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് എന്താ പ്രശ്നം? ചൈന അപ്പുറത്തുണ്ട്, ദെൻ സൗത്ത് കൊറിയ അപ്പുറത്തുണ്ട്, ദെൻ പല രാജ്യങ്ങളും ഇലക്ട്രോണിക്കൽ എക്യുപ്മെന്റ്സ് കയറ്റി അയക്കുന്നുണ്ട്. അതിൽ ഒരു ലാർജസ്റ്റ് ഷെയർ ഇന്ത്യയിൽ നിന്നും പോകുന്നുണ്ട്. സോ നമ്മൾ 25% താരിഫ് അടിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോബ്ലം ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ നോൺ മൊണേറ്ററി ട്രേഡ് ബാരിയേഴ്സ്. എന്താണ് ഈ നോൺ മൊണേറ്ററി ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യ യു എസ് എയിലേക്ക് ഒരു അരി കയറ്റി അയക്കുകയാണ്, അല്ലെങ്കിൽ ഗോതമ്പ് കയറ്റി അയക്കുകയാണ്. ഇന്ത്യക്ക് മാക്സിമം ഉണ്ടായിരുന്ന ഒരു ട്രേഡ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% മുതൽ 10% വരെയായിരുന്നു ഇന്ത്യക്ക് മാക്സിമം അടിച്ചു കിട്ടുന്ന താരിഫ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അങ്ങടേക്ക് ഒരു സാധനം കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരന് വഹിക്കേണ്ടി വരുന്ന താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% മുതൽ 10% വരെയായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇതേ വീറ്റ് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയാണെന്ന് വിചാരിക്കുക. വീറ്റ് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ ബാർലി, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയാണെന്ന് വിചാരിക്കുക. എത്ര പെർസെന്റേജ് ടാരിഫ് ഉണ്ടാകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. മിനിമം എത്ര പെർസെന്റേജ് ടാരിഫ് ഉണ്ടാകും? അതായത് ഇന്ത്യ അവർക്ക് അടിച്ചു കൊടുക്കുന്ന താരിഫ് വളരെ കുറവായിരിക്കും. പക്ഷേ നോർമലി താരിഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൈസ് ആണല്ലോ. താരിഫ് നമുക്ക് വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യ ഓവർ പ്രൊട്ടക്ഷനിസമാണ് അഗ്രികൾച്ചർ അടക്കമുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നത്. ഞാൻ നമ്മളുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സബ്സിഡീസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ദെൻ 3 ബോക്സുകളിൽ ഞാൻ ആ സബ്സിഡീസിനെ ഡിവൈഡ് ചെയ്തു. ഗ്രീൻ ബോക്സ്, ആംബർ ബോക്സ് ആൻഡ് ബ്ലൂ ബോക്സ്. ഇങ്ങനെ 3 ബോക്സുകളിൽ സബ്സിഡീസിനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സബ്സിഡീസിനെ ഡിവൈഡ് ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? സോ ഇന്ത്യ ഈ അഗ്രികൾച്ചറൽ പ്രൊട്ടക്ഷനിസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറേഴ്സിന് സബ്സിഡീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ സബ്സിഡീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ നമ്മൾ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഫ്ലോർ പ്രൈസിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര രൂപയിൽ വരെ കുറവിന് മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഫ്ലോർ പ്രൈസിങ്ങും സീലിംഗ് പ്രൈസിങ്ങും നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഒരു പെർസെൻറ്റേജ് കണക്കെടുത്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ താരിഫ്സ് നോൺ മോണിറ്ററി താരിഫ് ബാരിയേഴ്സ് എത്ര വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 39% മുതൽ 45% വരെ ടാരിഫ് വരും. അത് അമേരിക്കയ്ക്ക് ഒരു പ്രോബ്ലം അല്ലേ? അതായത് അമേരിക്കയിൽ ഒരു കച്ചവടക്കാരൻ ഇന്ത്യയിലേക്ക് അരി കയറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ടാരിഫുകൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 39% നഷ്ടം വരികയാണ്. അത് ഹ്യൂജ് പ്രോബ്ലം ആണ്. ദെൻ മൂന്നാമത്തത് ബ്രിക്സ് മെമ്പർഷിപ്പ് ആണ്. നമ്മൾ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബ്രസീലിലാണ് നടന്നത് ഈ പ്രാവശ്യം. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ മോദിജിയുടെ 5 നേഷൻ വിസിറ്റുമായി ബന്ധപ്പെട്ടിട്ട് മോദിജി ബ്രസീലിലും പോയത് ഓർക്കുന്നില്ലേ? അന്ന് പത്രത്തിലെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? മോദിജി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? മൾട്ടി പോളാർ വേൾഡിലേക്കുള്ള ഒരു എൻട്രിയാണ് ബ്രിക്സ് എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം നമ്മളുടെ ട്രംപ് അണ്ണൻ എന്ത് പറഞ്ഞു? മോനെ, മൾട്ടി പോളാറിസം എന്നൊക്കെ പറയണതൊക്കെ ശരി, ഒരു 25% ടാരിഫ് ഞാൻ അടിച്ചു തരും എന്ന് പിറ്റേ ദിവസം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതാണ് കാണുന്നത്. നിങ്ങൾ ബ്രിക്സ് മൾട്ടിനാഷണൽ പോളാർ വേൾഡ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരു 25% ടാരിഫ് ഞങ്ങൾ അടിച്ചു തരുന്ന ആര് പറഞ്ഞു? ട്രംപ് പറഞ്ഞു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 1-ാം തീയതി മുതൽ അടിക്കുന്നു. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ കയറ്റി അയക്കുന്ന എല്ലാ സാധനത്തിനും 25% ടാരിഫ് ഉണ്ട്. ദെൻ ഓഫ് കോഴ്സ് അടുത്ത പോയിന്റ് എന്താ വരുന്ന? ഇന്ത്യ റഷ്യ റിലേഷൻസ്. നമ്മൾ പത്രം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഇന്ത്യ റഷ്യ റിലേഷൻസിൽ മാത്രം ഒതുങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതല്ല, ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്, അതൊരു ഇമ്മീഡിയറ്റ് കോസ് ആണ്. പക്ഷേ ബാക്കി 3 ഫാക്ടറുകളും, പ്രധാനമായിട്ട് 1-ാമത്തെയും 2-ാമത്തെയും ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പോ മാഗ എന്ന് പറയാനല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗം കൂടി ആയിട്ടാണ് ഇന്ത്യക്കും ഈ ഒരു ആ, കാര്യം അടിച്ചു തന്നിരിക്കുന്നത്. 25% ടാക്സ് അടിച്ചു തന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസിലാണ്, ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ ഒരു സെക്കൻഡ് പേജിലോ തേർഡ് പേജിലോ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് യു എസ് എ എന്ന് യു എസ് എ ഈ ഇന്ത്യ റഷ്യ റിലേഷനെ ഒരു ടൂളായിട്ട് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ സമയം കിട്ടുകയാണെങ്കിൽ ആ ഒരു ആർട്ടിക്കിളും കൂടി നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല UPSC പെർസ്പെക്റ്റീവിൽ, എങ്കിലും വായിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇലക്ട്രോണിക്സ് ആണ്, ഫാർമസ്യൂട്ടിക്കൽസ്, ജെംസ്, ജ്വല്ലറി, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്. ഇത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്, നമ്മളുടെ നിയറസ്റ്റ് കൺട്രീസിലേക്ക് ഒന്ന് നോക്കി നിങ്ങൾ, ജസ്റ്റ് എ സെക്കൻഡ്. നിയറസ്റ്റ് കൺട്രി ഇന്ത്യക്ക് 25% ടാരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതൊരു 25% റേഞ്ച് വരും. ദെൻ വിയറ്റ്നാമിലാണെങ്കിൽ ഏകദേശം ഒരു 15 to 19%-ലായിരിക്കും വരുന്നത്. ഇന്തോനേഷ്യക്ക് ആണെങ്കിൽ ഒരു 16%-ലൊക്കെയാണ് ടാരിഫ് അടിച്ചു കൊടുക്കുന്നത്. ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ ഒക്കെ ആണെങ്കിൽ 15% ടാരിഫ് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? സോ ഇപ്പൊ ജപ്പാനിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് ഐറ്റം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എത്ര കൂടുതലായിരിക്കും? ഇന്ത്യക്ക് ഒരു 10% എക്സ്ട്രാ കോസ്റ്റ് ആഡ് ആവും. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് ജപ്പാനിൽ ഉൽപ്പാദിപ്പിച്ച് ജപ്പാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനേക്കാളും 10%, അപ്രോക്സിമേറ്റ്ലി 10% പ്രൈസ് കൂടുതലായിരിക്കും. അത് ഒരു കോമ്പറ്റീറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യും, ഇല്ലേ? കോമ്പറ്റീറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യും. സോ ഇതെല്ലാമാണ് ഇവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് തരണം ചെയ്യാനായിട്ട് പറ്റുക? ഫോറിൻ പോളിസി മേക്ക് ചെയ്യുന്നവരും ദെൻ ജിയോ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ എങ്ങനെയാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുക. വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടി പോളാർ വേൾഡിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം അമേരിക്ക ബേസ് ചെയ്തുകൊണ്ട് ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു കാനഡ ആൻഡ് അമേരിക്ക റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട്. അന്ന് കാനഡ ആരുടെ നേരെ തിരിഞ്ഞു? നമ്മുടെ UK-യിലേക്കും മറ്റു യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായിട്ടും കൈകോർക്കുവാനായിട്ട് തീരുമാനിച്ചു. ഒരു അമേരിക്കൻ ഫസ്റ്റ് പോളിസിയിൽ നിന്ന് ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും പെർട്ടിക്കുലർലി UK-യിലേക്കും അവർ തിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളും ഈ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസിയിൽ നിന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ട്, അതായത് ബ്രിക്സ് പോലെയുള്ളത്, ദെൻ ASEAN പോലെയുള്ളത്, ദെൻ ഗ്ലോബൽ സൗത്തിലേക്കൊക്കെ നമ്മളുടെ റീച്ച് കൂടുതൽ എത്തിക്കണം. എന്നാലും ഇത് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മളുടെ ഒരു ഹ്യൂജ് ട്രേഡിംഗ് പാർട്ണറാണ് USA എന്ന് പറയുന്നത്. സോ USA ഇതൊരു ഇംപ്ലിക്കേഷൻസ് എന്തായാലും അടുത്ത 2 മാസത്തെ എക്കോണമിയിൽ അല്ലെങ്കിൽ അടുത്ത 2 മാസത്തെ ട്രേഡ് എക്സ്പോർട്ടിൽ എന്തായാലും ഇത് റിഫ്ലക്ട് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്. നമുക്ക് അമേരിക്കയായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒരിക്കലും ഒപ്പിടാനായിട്ട് സാധ്യതയില്ല. ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിലേക്കുള്ള ഒരു ഡിസ്കഷൻസ് നമ്മൾ മുന്നോട്ട് വെക്കണം. ദെൻ അതിൽ ഒരു 2 കൂട്ടർക്കും എളുപ്പമാകുന്ന രീതിയിലേക്കുള്ള ഒരു എഗ്രിമെന്റ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒരു 90 to 95% നമുക്ക് നികത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ എഡിറ്റോറിയൽ ട്രാൻസ്ഫോമിംഗ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് വരെയുള്ളവരുടെ കെയർ ആയിരിക്കും? അതായത് ജനനം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 മുതൽ 14 വയസ്സുള്ളവരെ ബാല്യകൗമാരങ്ങൾ എന്ന് നമ്മൾ വിളിച്ചു പോകും. അവരെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ അണ്ടറിൽ അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവരുടെ സ്റ്റുഡൻസിന്റെ എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ലേറ്റർ എക്സ്റ്റെൻഡ് ടു 18 ഇയേഴ്സ് പോക്സോ ആക്ട് ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ എന്താണ്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത് 18 ഇയേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പൺ എഡിറ്റോറിയൽ സെഷനിലും
കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 0 to 6 years ആണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ എന്താണ് ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 45-ലാണ്. 45-ൽ എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. അതായത് നമ്മളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനെ ആർട്ടിക്കിൾ 21A പ്രകാരം എന്താക്കി? ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി. അന്ന് വരെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45 പ്രകാരം ഒരു DPSPs ആയിരുന്നു. DPSP ഒക്കെ പഠിച്ചോ നിങ്ങളുടെ ക്ലാസ്സുകളിൽ? ഇല്ലെങ്കിൽ DPSPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് കഴിഞ്ഞു വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ. അത് ലീഗലി ഒബ്ലിഗ്ഡ് അല്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ DPSPs നമുക്ക് നടത്തി തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്ട്ലി കോടതിയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സെഷനാണ് ഈ DPSPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് DPSPs നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റാത്തത്? കാരണം DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റർ തോട്ടാണ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് 1947 ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് DPSP കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു പണവും ഒരു അധികാരവും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അധികാരം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നായിരിക്കും, പക്ഷേ അതിനുള്ള ഒരു പണവും റിസോഴ്സും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇതിനെല്ലാം നമ്മൾ DPSPസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ എന്താണ് ലേറ്റർ നമുക്ക് ആവശ്യാനുസരണം അല്ലെങ്കിൽ ലോകത്തിന്റെയും സമൂഹത്തിന്റെയും മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിലേക്കും ദെൻ ആക്ടുകളാക്കിയിട്ടൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു വന്നു. അങ്ങനെയുള്ള സെഷൻസ് ആണ് ഈ DPSPs എന്ന് പറയുന്നത്. ഓക്കെ, അതില് ആർട്ടിക്കിൾ 21A നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് വരെ അത് ഒരു DPSP ആയിരുന്നു ആർട്ടിക്കിൾ 45 പ്രകാരം. അവിടെ പറഞ്ഞിരുന്നത്, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ടു പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു കംപ്ലീറ്റ് ദ ഏജ് ഫോർ 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് 14 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നായിരുന്നു. ദെൻ ആർട്ടിക്കിൾ 21A നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 കഴിഞ്ഞിട്ട് A എന്ന് ഇടുന്നത്. കാരണം 21-നും ദെൻ 22 വേറൊരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊണ്ടുവന്നു. ഓക്കെ, സോ അങ്ങനെ കൊണ്ടുവന്നപ്പോ ഈ DPSP എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയല്ലോ. അപ്പോ നമ്മൾ ആർട്ടിക്കിൾ 45 കൂടിയിട്ട് അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തിട്ട് എന്താ ആഡ് ചെയ്തു? നമ്മൾ 6 വയസ്സ് വരെയുള്ളവർക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 45ലേക്ക് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ നമ്മളുടെ ഒരു ലിഖിത ഭരണഘടനയുടെ ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ ആണോ? ദെൻ ഏർലി ചൈൽഡ്ഹുഡ് കെയേഴ്സിന് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ന്യൂട്രീഷണൽ സപ്പോർട്ട്സ് പല രീതിയിൽ നമ്മൾ കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ്? നമ്മൾ അംഗനവാടി സ്കീമുകൾ വഴിയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ന്യൂട്രീഷണൽ സപ്പോർട്ടുകൾ കൊടുക്കുമായിരുന്നു. പക്ഷേ എഡ്യൂക്കേഷൻ 6 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ മൈൻഡ് ഉണർത്തുന്നതിനും അവർക്ക് പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, ഇപ്പോൾ വായനയോടുള്ള അഭിരുചിയായിരിക്കാം, അല്ലെങ്കിൽ ആൽഫബറ്റിക്കിനോടുള്ള അഭിരുചിയായിരിക്കാം, അങ്ങനെ ഡിഫറെന്റ് മേഖലയിലുള്ള അഭിരുചി വളർത്തുന്നതിനുള്ള ഒരു പ്രോഗ്രാമുകളും നമ്മൾ ലാർജ് സ്കെയിലുകളിൽ നടത്തി പോന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ 2013 ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു നാഷണൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ EC പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 കോംപ്രഹെൻസീവ് ആയിട്ട് അക്രോസ് നേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 3 രീതിയിൽ ഈ ഏർലി ചൈൽഡ്ഹുഡിനെ ഡിവൈഡ് ചെയ്തു. 3 പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഉദരത്തിലായിരിക്കുന്ന കൺസെപ്ഷൻ സ്റ്റേജ് മുതൽ ബർത്ത് സ്റ്റേജിൽ വരെയുള്ള ഒരു അവസ്ഥയെ ആദ്യത്തെ ലെവലിൽ നമ്മൾ അഡ്രസ് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ബർത്ത് ടു 3 years 3 വയസ്സ് വരെ പ്രായമുള്ളവർക്ക്, ദെൻ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് തേർഡ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ച്? കൂടുതൽ എഫിഷ്യൻസിയിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തത്.
സോ ഫസ്റ്റ് സ്റ്റേജിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുത്തു. ദെൻ സേഫ് ചൈൽഡ് ബർത്തിനോട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു. ദെൻ 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ ബർത്ത് മുതൽ 3 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തു, അവർക്കൊരു പ്രൊട്ടക്റ്റീവ് എൻവിറോൺമെന്റ്, ദെൻ ഹെൽത്ത് കെയർ, വാക്സിനേഷനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ദെൻ അവിടെയും ന്യൂട്രീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ദെൻ 3 to 6, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവർക്ക് പ്രീ എഡ്യൂക്കേഷൻ, പ്രീ സ്കൂൾ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അവർക്ക് പഠിക്കുവാനായിട്ടുള്ള കുറച്ച് അവസരങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ദെൻ നമ്മളുടെ ഈ പ്രൈവറ്റ് സ്കൂളുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഏർലി നഴ്സറി സ്റ്റേജ് ഉണ്ട്. അതായത് നഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് അവർക്കുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഗവൺമെന്റ് സ്കൂൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്തേ, അവിടെ 1ാം ക്ലാസ് മുതൽ, അതായത് 6 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുട്ടിയാണ് 1ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ നിലവിലുണ്ടോ? ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നില്ല എന്ന് വരെ 2013 വരെ. ഇതിന് ശേഷം ഇതിങ്ങനെ 2013 ഈ ഒരു നാഷണൽ പോളിസി വന്നു, പെർട്ടിക്കുലർലി ടു ഏർലി ചൈൽഡ്ഹുഡിന് വേണ്ടിയിട്ട്. 2020 നമ്മൾ എന്ത് ചെയ്തു, 2020 നമ്മൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 10+2 എന്ന് പറയുന്ന ഒരു രീതിക്ക് പകരം നമ്മൾ ഡിഫറെന്റ് അപ്രോച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 5+2+3+4, അതായത് 5+2 ദെൻ +3 ദെൻ +4, അങ്ങനെ ഒരു 4 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം. നിങ്ങളിപ്പോ ഈ ഇയറിലൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ NEP പ്രകാരം നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ഈ 10+2, അതായത് 10ാം ക്ലാസ് ദെൻ +2 എന്ന് പറയുന്ന സിസ്റ്റത്തിന് പകരം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ എഡ്യൂക്കേഷനെ നമ്മൾ 5+2+3+4 അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ ടോട്ടൽ എഡ്യൂക്കേഷനെ മാറ്റി. അതിൽ ഈ ആദ്യത്തെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷത്തെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും കൂടി ഉൾപ്പെടുന്നതാണ്. എങ്ങനെയാണ്? ആദ്യത്തെ 5 വർഷം 5+2, 5 വർഷം പഠിക്കുന്നു, അതിനുശേഷം 2 വർഷം എക്സ്റ്റൻഷൻ ചെയ്യുന്നു, 2 വർഷം അടുത്ത ലെവലിലേക്ക് പോകുന്നു, ദെൻ 3 വർഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു, ദെൻ 4 വർഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ 10 വരെ പഠിക്കും, അതിനെന്ത് പറയും, സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. നമ്മളെ SSLCയുടെ ഫുൾ ഫോം എന്താ, സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണല്ലോ. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോകുന്നത്, ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകും, ദെൻ കോളേജിലേക്ക് പോകും, അല്ലെങ്കിൽ വൊക്കേഷണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നവർ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകും. ഇതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ സിസ്റ്റം ഈ 10+2 നമ്മൾ ഡിവൈഡ് ചെയ്തു. ആദ്യം 5 ആക്കി, ദെൻ എന്താക്കി, +2 ആക്കി. അതായത് ആദ്യം 5 വർഷം പഠിക്കുന്നു, അതിൽ ആദ്യത്തെ 3 വർഷം എന്തായിരിക്കും, 3 വർഷം ഏർലി ചൈൽഡ്ഹുഡ് കെയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചു. ഇങ്ങനെയാണ് നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസീസിൽ നമ്മൾ എന്ത് ചെയ്തേ, നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നത്. ഓക്കെ, സോ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിന് വേണ്ടിയിട്ടും അവരുടെ കെയേഴ്സിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ ICDS സ്കീം. ഇത് പഴയൊരു സ്കീമാണ്, പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു സ്കീമാണ്. ദെൻ രണ്ടാമത്തെ എന്താണ്, PM പോഷൻ. പേരിൽ തന്നെ ഉണ്ടല്ലോ, പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ 2011 ഇംപ്ലിമെന്റ് ചെയ്ത നാഷണൽ ഹെൽത്ത് മിഷൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ എഴുതും, പക്ഷേ നിങ്ങൾ എഴുതേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പോഷൻ ബി പഠായി ബി സ്കീം. എന്ത് സ്കീമാണ്? പോഷൻ ബി പഠായി ബി സ്കീം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോഷൻ ബി പഠായി ബി സ്കീം നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേരൊക്കെ വെച്ചിട്ട് നമ്മൾ പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും, പോഷകാഹാരം കൊടുക്കാനായിട്ടുള്ള സ്കീമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പോഷകാഹാരം കൊടുക്കാനായിട്ടുള്ള സ്കീമൊന്നുമല്ല. അതായത് ഏർലി ചൈൽഡ്ഹുഡ് വർക്കേഴ്സ് ഉണ്ടല്ലോ, നമ്മളുടെ അംഗനവാടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയമാരുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ICDS ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകളുണ്ട്. ഇവരുടെ എല്ലാം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പോഷൻ ബി പഠായി ബി.
സോ അങ്ങനെയുള്ള വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കും. ഏർലി ചൈൽഡ്ഹുഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. ഇതിനെ 2 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ? ഈ പോർഷൻ ബി പഠായി ബി സ്കീമിനെ നമ്മൾ 2 രീതിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 മുതൽ 3 വയസ്സ് വരെയുള്ളവരുടെ അവരുടെ ട്രെയിനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പെർട്ടിക്കുലർ സ്കില്ലുകളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ആയമാരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെ നവചേതന എന്ന് പറയും, നവചേതന സ്കീം എന്ന് പറയും. ദെൻ രണ്ടാമത്തെ ഒരു സ്കീം കൂടിയുണ്ട്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള സ്റ്റുഡൻസുമായി ബന്ധപ്പെടുന്ന സ്കില്ലുകൾ വളർത്തിയെടുക്കുക, അതുമായിട്ടുള്ള ആയമാരെ ട്രെയിൻ ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്കീം കൂടിയുണ്ട്. അങ്ങനെ 2 സ്കീമിലാണ് ഈ പോർഷൻ ബി പഠായി ബി സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഈ പോർഷൻ ബി പഠായി ബി സ്കീം എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? 2023 സോ നിയറസ്റ്റ് ആണ്. നിങ്ങൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നൊക്കെ പറയുന്ന പഴയ സ്കീം എഴുതുന്നതിന് പകരം പുതിയ സ്കീമുകളിലേക്ക് നമ്മൾ ഇത് പോകണം. ബേട്ടി ബചാവോ ബേട്ടി പജാവോ എന്നൊക്കെ പറയുന്ന ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീമൊക്കെ പറയുന്നതിന് മുന്നേ നമ്മുടെ ആൻസറുകൾ ഏറ്റവും മാർക്ക് വീഴാനായിട്ടുള്ള ഒരു പോസിബിൾ ആകുന്നത് പോർഷൻ ബി പഠായി ബി പോലെയുള്ള സ്കീമുകളാണ്. മനസ്സിലായോ? അപ്പോൾ പോർഷൻ ബി പഠായി ബി എന്ന് പറയുന്ന സ്കീം എന്താണ്? എന്ത് വർക്കേഴ്സിനെ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ, ദെൻ അല്ല നമ്മുടെ അംഗനവാടി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പോർഷൻ ബി പഠായി ബി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? സോ ഈ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഈ ഒരു ചർച്ചയിലുടനീളം ഓർത്തിരിക്കേണ്ട ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഇവിടുത്തെ പ്രോബ്ലംസ് എന്താണ്? നമുക്ക് ഈ പ്രോബ്ലംസിനെ ഒന്ന് നോക്കുക. ഹ്യൂമൻ റിസോഴ്സ് കൺസ്ട്രെയിനുകൾ ഉണ്ട്. കാരണം ഈ അംഗനവാടി ടീച്ചർമാരുടെയും അല്ലെങ്കിൽ ആയമാരുടെയൊക്കെ കൺസ്ട്രെയിനുകൾ ഉണ്ട്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ വർഷം എന്താണ് ഒരു പെൺകുട്ടി നമ്മളുടെ ബോംബെയിലെ ധാരാവിയിലെ ധാരാവിയിലെ അംഗനവാടീസിലേക്ക് ഒരു യാത്ര നടത്തി. അതായത് ജേർണലിസ്റ്റ് അംഗനവാടിയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ട് അവിടെ കാണുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരുന്ന കെട്ടിയിൽ സ്വന്തമായിട്ട് ഒരു മുറി പോലും ഇല്ല അംഗനവാടികൾ പ്രവർത്തിക്കാനായിട്ട്. ദെൻ അതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളില്ല. സോ അത് ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടുള്ള കൺസ്ട്രെയിനുകൾ ഒരുപാട് ഈ ഒരു മേഖലയിലുണ്ട്. ദെൻ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല. വിച്ച് മീൻസ് അതായത് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഈ ആക്സസ് കൊടുക്കുന്നുണ്ട്. നഴ്സറികളായിട്ടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്സസ് പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് നഴ്സറികൾ വരുന്നുണ്ട്, എന്നാൽ ഗവൺമെന്റ് സെക്ടറുകളിൽ എത്ര നഴ്സറികൾ നമുക്ക് അറിയാവുന്നതുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടല്ല ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. സോ അവിടെ ഒരു ഇക്വിറ്റി ഇല്ല. ദെൻ വേറെ എന്താണ്? സ്കൂൾ റെഡിനൻസ്. അതെന്താ പറയുന്നത്? അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണ്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ കേപ്പബിലിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ, ദെൻ ലേണിംഗ് മെത്തഡോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഡാറ്റ ആൻഡ് ക്വാളിറ്റി ലാബ്സ്, എത്ര പ്രോഗ്രാം അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസിന്റെ അവൈലബിലിറ്റി ലഭ്യത കുറവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചലഞ്ചസുകളിൽ വരുന്നത്. ദെൻ നമുക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാം? നമുക്ക് നമ്മുടെ ഈ പോളിസീസ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 4.2 ആണെന്ന് തോന്നുന്നു. 4.2 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ നമ്മളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറിന് റിലേറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്ന ഗോളിന്റെ അണ്ടറിൽ വരുന്ന ഏർലി ചൈൽഡ്ഹുഡ് കെയേഴ്സിൽ വരുന്നു. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നൊക്കെ നിങ്ങളുടെ ആൻസറുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോട്ട് ചെയ്തോളണം കേട്ടോ. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളിൽ ഒന്നായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആൻസറുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കോട്ട് ചെയ്യണം. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം. മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ഈ പോർഷൻ ബി പഠായി ബി എന്ന് പറയുന്ന സ്കീം. ദെൻ നമ്മളുടെ 2013 നാഷണൽ പോളിസി എന്തുമായി ബന്ധപ്പെട്ടത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട 2013 പോളിസി. അത് 3 ലെവലിലേക്ക് ഡിവൈഡ് ചെയ്തു.
എന്താണ് ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 എന്ന് പറയുന്ന 3 ലെവലിലേക്ക് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? നമുക്ക് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദുർഗാ പൂജ. അതായത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ്, വെസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ദുർഗാ പൂജ എന്ന് പറയുന്നത്. ദുർഗാദേവിക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഈ നവരാത്രി ദിനത്തോടനുബന്ധിച്ചായിരിക്കും ഈ ദുർഗാ പൂജ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഈ വർഷം ദുർഗാപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ദുർഗാപൂജ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവർക്ക് നോർമലി കൊടുക്കാറായിട്ടുള്ള ഒരു ഹോണറേറിയം ഉണ്ട്. 85,000 രൂപയാണ് അവർക്ക് ഈ ഹോണറേറിയമായിട്ട് കൊടുക്കാറുള്ളത്. അത് ഒരു 1,10,10,000 രൂപയിലേക്ക് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് അല്ല. എന്താണ് ദുർഗാപൂജ? ദുർഗാപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSCക്ക് ഇമ്പോർട്ടന്റ് ആവുന്നതിന് കാരണം ദുർഗാപൂജ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്ന, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. സോ നമുക്ക് എന്താണ് ഈ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് നോക്കണം. ദെൻ ദുർഗാപൂജ എന്താണെന്ന് നോക്കണം. ഓക്കെ, സോ പിക്ചർ ഇവിടെ കാണുന്നില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അതായത് ദുർഗാപൂജ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമിനന്റ്ലി വെസ്റ്റ് ബംഗാളിലാണ്, കൊൽക്കട്ടയിലാണ് ഈ ദുർഗാപൂജ നടക്കുന്നത്. അവിടെ ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു 5 day ഫെസ്റ്റിവലാണ്. ഏത് ഗോഡിന് വേണ്ടിയിട്ടാണ്? ശക്തി. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പാർവതിയാണ്. ശിവനും ശക്തിയും. അതില് ശക്തിക്ക് വേണ്ടിയിട്ടാണ്, ഫെമിനിൻ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗാ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ രൂപം ഉണ്ടല്ലോ, ദുർഗാദേവിയുടെ ഈ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ഐഡൽ, അത് കളിമണ്ണിലാണ് നിർമ്മിക്കുന്നത്. അതായത് അവിടുത്തെ ലോക്കലി കിട്ടുന്ന കളിമണ്ണിലാണ് നിർമ്മിക്കുന്നത്. അതിനുശേഷം ദുർഗാ പൂജയുടെ അവസാനത്തെ ദിവസം അവിടുത്തെ ലോക്കൽ ആളുകളാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനുശേഷം അതിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും അതിന് ദൈവമായിട്ട് പരിവേഷം കൊടുക്കുന്നതും അവിടുത്തെ ലോക്കൽ ആളുകളാണ്. അതിനുശേഷം ദുർഗാപൂജയുടെ അവസാനത്തെ ദിവസം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഒഴുക്കും. അതായത് വെള്ളത്തില്, പുഴയില് ഈ ദുർഗാദേവിയുടെ പടം, ഈ കളിമണ്ണ് വിഗ്രഹം എന്തിലൊഴുക്കും? വെള്ളത്തിൽ ലയിപ്പിക്കുകയും ദുർഗാദേവി വെള്ളത്തിൽ ലയിച്ച് ചേരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് ഈ വിഗ്രഹം നിർമ്മിച്ചുകൊണ്ടാണ്. വിഗ്രഹം നിർമ്മിക്കുന്നതും അവിടെ ഒരു ഫെസ്റ്റിവലാണ്. ദെൻ വിഗ്രഹം നിർമ്മിച്ചിട്ട് അത് അവർ പൂജ ചെയ്യുകയും അവർക്ക് ഫെസ്റ്റിവല് ഈ 5 ദിവസം കൊണ്ടാടുകയും ചെയ്യും. അതിനുശേഷം 5ാമത്തെ ദിവസം എന്ത് ചെയ്യും? നവരാത്രി കഴിഞ്ഞ് നവരാത്രിയുടെ എൻഡിൽ എന്താ ചെയ്യുക? ഇത് നമ്മളുടെ പുഴയിൽ ഒഴുകുകയും ദുർഗാദേവി വെള്ളത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കൾച്ചറൽ പാർട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഇതാണ് നമ്മളുടെ ദുർഗാദേവിയുടെ പിക്ചർ. ഇങ്ങനെയുള്ള കളിമണ്ണിലായിരിക്കും ഈ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതെന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് ഒഴുക്കും. ഓക്കെ ആണോ? സോ വെസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. കാരണം വെസ്റ്റ് ബംഗാളിന്റെ GDPയുടെ ഒരു 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഫെസ്റ്റിവലാണ്. ഓക്കെ, സോ 3% എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വർഷവും ഈ നവരാത്രി ദിനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ദുർഗാപൂജയോടനുബന്ധിച്ചിട്ട് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വരും. കാരണം വെസ്റ്റ് ബംഗാളിന്റെ GDPയെ എങ്ങനെയാണ് ദുർഗാപൂജ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പ്രമാണിച്ചിട്ട് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഹിന്ദുവിൽ വരാറുണ്ട്. ഹിന്ദുവിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളിൽ ഒരു വാർത്തയായിട്ടെങ്കിലും വരാറുണ്ട്. സോ ഈ വർഷവും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ വെസ്റ്റ് ബംഗാളിന്റെ GDPയുടെ 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? അപ്രോക്സിമേറ്റ്ലി 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ദുർഗാപൂജ എന്ന് പറയുന്ന ഫെസ്റ്റിവലിലൂടെയാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്, ഇൻടാഞ്ചിബിൾ വേൾഡ് ഹെറിറ്റേജിൽ പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. അങ്ങനെ 14 ഇൻടാഞ്ചിബിൾ വേൾഡ് ഹെറിറ്റേജ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നത്, നമ്മൾക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഈ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. അങ്ങനെ 14 കൾച്ചറൽ ഹെറിറ്റേജുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ പറഞ്ഞപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ
ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ചോള സാമ്രാജ്യത്തിലെ 3 ഇമ്പോർട്ടന്റ് ടെമ്പിളുകൾ ഏതൊക്കെയാണ്? നമ്മളുടെ തഞ്ചാവൂരുള്ള ബൃഹദ്വേശ്വര ടെമ്പിൾ. രണ്ടാമത് എവിടെയാണ്? ഗംഗൈ കണ്ട ചോളപുരത്തിലെ ബൃഹദ്വേശ്വര ടെമ്പിൾ. മൂന്നാമത് എവിടെയാണ്? നമ്മളുടെ കുംഭകോണത്തെ ധാരാസുരം സ്ഥാപിച്ചിട്ടുള്ള കുംഭകോണത്തിലെ എവിടെയാണ്? കുംഭകോണത്തിലുള്ള ഐരാവതേശ്വര ടെമ്പിൾ. അതാരാ നിർമ്മിച്ചേ? ഒന്നാമത്തെ ക്ഷേത്രം തഞ്ചാവൂരിലെ ആരാണ്? രാജരാജ ചോളൻ. രണ്ടാമത് രാജേന്ദ്ര ചോളൻ. മൂന്നാമത് രാജരാജ 2, 12ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് വന്ന രാജരാജ 2 എന്ന് പറയുന്ന കുംഭകോണം സെൻട്രലൈസ്ഡ് ആയിട്ട് വാണിരുന്ന രാജാവാണ് ഐരാവതേശ്വര ടെമ്പിൾ നിർമ്മിച്ചത്. അതെന്ത് ഹെറിറ്റേജിലാണ്? കൾച്ചറൽ ഹെറിറ്റേജിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ യുനെസ്കോ ഈ കൾച്ചറൽ ഹെറിറ്റേജ്, ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് ഡിവൈഡ് ചെയ്യുന്നത്? അതായത് തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? കൾച്ചറൽ ഹെറിറ്റേജിൽ നമ്മൾ ഉൾപ്പെടുത്തും. അങ്ങനെ 45ഓളം കൾച്ചറൽ ഹെറിറ്റേജുകൾ, അറൌണ്ട് 45ഓളം കൾച്ചറൽ ഹെറിറ്റേജുകൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ താജ്മഹൽ, ദെൻ വേറെ എന്താണ് നമ്മളുടെ മഹാബലിപുരത്തെ നിർമ്മിതികൾ, ദെൻ ഹംപി, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എവിടെയാണ്? കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഭാഗമാണ്. അത് നമുക്ക് കാണാം, അവിടെ പോയിട്ട് അത് അനുഭവിക്കാനായിട്ടും പറ്റും. ദെൻ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് മറ്റൊരു ലിസ്റ്റ് ആർക്കുണ്ട്? യുനെസ്കോയ്ക്കുണ്ട്. എങ്ങനത്തെ ലിസ്റ്റാണ്? മറ്റൊരു കൾച്ചറൽ ഹെറിറ്റേജ് അല്ല, 40 എണ്ണം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ട്? 14 കൾച്ചറൽ ഹെറിറ്റേജുകളുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 14 കൾച്ചറൽ ഹെറിറ്റേജുകളുണ്ട്. ഇപ്പോ രാംലീല എന്ന് പറയുന്ന ഒരു നൃത്തരൂപമുണ്ട്. കുംഭമേള, അതായത് കഴിഞ്ഞ പ്രാവശ്യം പ്രയാഗരാജിൽ നടന്ന കുംഭമേള. ദെൻ ഒഡീഷയുടെ ഒരു നൃത്തമായിട്ടുള്ള ചാവു ഡാൻസ് എന്ന് പറയുന്ന ഒരു നൃത്തമുണ്ട്. ദെൻ വേദിക് ചാൻഡിങ്. അങ്ങനെ പറഞ്ഞ 14 ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആരംഗീകരിച്ചിട്ടുണ്ട്? യുനെസ്കോ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ദെൻ ഇത് കൂടാണ്ട് മറ്റൊരു ലിസ്റ്റ് കൂടിയിട്ട് യുനെസ്കോയ്ക്ക് ഉണ്ട്. ഏതാണ് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ പറഞ്ഞു ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. അതിലൊരു 40ഓളം കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു കാര്യം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. ദെൻ ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. കൾച്ചറൽ അല്ല, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. അതായത് ബയോഡൈവേഴ്സിറ്റിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളെയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകൾ ആയിട്ട് യുനെസ്കോ അംഗീകരിക്കുന്നത്. അതിൽ ഒരു സൈറ്റ് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? നമ്മൾ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറന്റ് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയതായിരിക്കും എന്നേ ഉള്ളൂ. കറന്റ് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നൊന്നും അതിനർത്ഥമില്ല. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഓർത്തിരിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ മറന്നുപോയവര് ഇപ്പൊ പഠിക്കുക. കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയാണോ? കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ഏതാണ് അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് വരുന്നത്? വൺ ഹോൺഡ് റൈനോസിനെ പാർപ്പിച്ചിരിക്കുന്ന കാസിരംഗ നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജിൽ പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? സോ 3 ലെവൽ ഉണ്ട്. ഒന്ന് നോർമൽ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകൾ, ദെൻ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകൾ, ദെൻ ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുകൾ. ദെൻ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ആയിട്ടുള്ള ദുർഗാപൂജ എവിടെയാ വരുന്നത്? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ ആണ് ഈ ദുർഗാപൂജ വരുന്നത്. ഓക്കെ, ദുർഗാപൂജ എന്താണെന്ന് മനസ്സിലായല്ലോ. വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ചിട്ട് വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. കേരളത്തിൽ നിന്നുണ്ടോ ഈ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ? ഡെഫിനറ്റ്ലി ഉണ്ട്. നോക്കിയേ, മുടിയേറ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ മുടിയേറ്റ് പറയുന്ന ഒരു ആർട്ട് ഫോം കേരളത്തിലുണ്ടല്ലോ. മുടിയേറ്റ് ഈ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ വരുന്ന ഒരു കാര്യമാണ്. ദെൻ കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം, കൂടിയാട്ടം, ദെൻ മുടിയേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയിരിക്കുകയാണ്. ഈ കൽബേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആണ്.
അത് രാജസ്ഥാന്റെ ഒരു ഫോക്ക് ഡാൻസ് ആണ്. അവിടുത്തെ ഈ പാമ്പിനെ പിടിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പാമ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ട്രൈബ് ഉണ്ട്. സോ ആ ഒരു ട്രൈബിന്റെ ഒരു നൃത്തമാണ് കൽബേലിയ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. കൽബേലിയ ഡാൻസ് ഏത് സംസ്ഥാനത്തിന്റെ ആണ് എന്ന് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2014 13 ആ കാലഘട്ടങ്ങളിൽ എന്തോ ആണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ്. ക്യാൻ ദ ICJ എന്താണ്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ICJ റൂളിംഗ് ഫോഴ്സ് റിച്ച് നേഷൻസ് ടു പേ ഫോർ ഹിസ്റ്റോറിക്കൽ എമിഷൻസ്. അതായത് ഹിസ്റ്റോറിക്കൽ എമിഷൻസിന് റിച്ച് നേഷൻസിനെ എന്ത് ചെയ്യാനായിട്ട്, ലയബിൾ ചെയ്യാനായിട്ട് ഒരു വെർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു റൂളിംഗ് നമ്മളുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 23 എന്തോ ആണ് നമ്മളുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വേർഡിക്റ്റ് പുറപ്പെടുവിക്കുന്നത്. അതായത് എന്താണ് ഈ റിച്ച് നേഷൻസ് എമിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യം. അത് റിച്ച് നേഷൻസ് കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എമിഷന്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് റിച്ച് നേഷൻസ് ഒന്നും അല്ല, ഇന്ത്യയും ചൈനയും അല്ലേ. ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പൊല്യൂഷൻസ് അല്ലെങ്കിൽ ലോകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും എമിറ്റ് ചെയ്യുന്നത്. പെർ ക്യാപിറ്റ അല്ല, പെർ കൺട്രി വൈസ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്ന കൺട്രികളിൽ ഒന്നാണ് ഇന്ത്യയും ചൈനയും പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഇവർ ഈ റിച്ച് നേഷൻസ് എന്തിനാണ് ഇതിന് ഹിസ്റ്റോറിക് എമിഷൻസിന് ലയബിൾ ആകുന്നത്? സംശയം വന്നു നിങ്ങൾക്ക്? അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വന്നോ? നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഹിസ്റ്ററി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഈ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ ഒരു ഡിസ്കഷൻ ഓർക്കുന്നുണ്ടോ? ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചിട്ട് കുറച്ച് നാൾ മുന്നേ ആണ് നമ്മളത് പറഞ്ഞത്. മറന്നു പോയിട്ടുണ്ടാവും, കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അല്ലേ. അപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ ആ ഡിസ്കഷൻ ഒന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടോട്ടൽ ഡിസ്കഷൻ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതായത് നമ്മളുടെ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിലെ എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സെഷനിലാണ് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, എഫേർട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ലോകത്ത് ക്ലൈമറ്റ് ചേഞ്ചിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എഫേർട്സും ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് വേണം എന്ന് നമുക്ക് ഗ്ലോബലി തോന്നി തുടങ്ങുന്നത് 1950 കാലഘട്ടങ്ങളിലോട് കൂടിയാണ്. എന്നാണ് 1950 കാലഘട്ടങ്ങളോട് കൂടിയിട്ട്. ദെൻ വേൾഡ് വൈഡ് എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടിട്ട് നമ്മൾ ഒരു ഗ്ലോബൽ ഫോറം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചർച്ചയ്ക്ക് വിളിച്ചത് 1972 72 നമ്മൾ എന്താ ചെയ്തേ? 72 നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ഒരു കൺവെൻഷൻ കൊണ്ടുവന്നു. ഗ്ലോബൽ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗ്ലോബൽ കൺവെൻഷൻ ഫോർ ഹ്യൂമൻ എൻവിറോൺമെന്റ് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് അത് പ്രതിനിധിയായിട്ട് വന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ പങ്കുപറ്റി. അത് ആ ഒരു കൺവെൻഷന്റെ ഹിസ്റ്ററി നമുക്ക് വീണ്ടും ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഫോം ചെയ്ത ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ അവിടെ ചില ചർച്ചകൾ നടന്നു, അവിടെ ചില ഡിസിഷനുകൾ എടുത്തു. ദെൻ ആ സംഘടന അല്ലെങ്കിൽ ആ കോൺഫറൻസ് പിരിഞ്ഞു. ഓക്കെ ആണോ? 1972. ദെൻ അതിനിടയിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്, രാംസർ കൺവെൻഷനുകൾ വരുന്നുണ്ട്, ദെൻ ചെറിയ ചെറിയ പല കൺവെൻഷനുകളും വരുന്നുണ്ട്. ദെൻ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള മറ്റൊരു കോൺഫറൻസ് വരുന്നത് എവിടെയാണ്? 1991. 1991. സോ നമ്മൾ 2000 എന്ന് പറയുന്ന ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ഒരു 10 വർഷവും കൂടിയേ ഉള്ളൂ. അപ്പോൾ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, നമുക്ക് ഇനി ഒരു ഗ്ലോബൽ പ്ലാൻ വേണം. എന്തിനു വേണ്ടിയിട്ട്? ഈ പൊല്യൂഷൻസിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ദെൻ 1991 റിയോ ഡി ജനീറോയിൽ നമ്മൾ എന്ത് കൂടി?
നമ്മൾ ഒരു ചർച്ച സംഘടിപ്പിച്ചു. സോ അതിന് വിളിക്കുന്ന പേരാണ് റയോ എർത്ത് സമ്മിറ്റ്. റയോ ഡി ജനീറോയിൽ നടന്ന സമ്മിറ്റ് ആയതുകൊണ്ട് റയോ എർത്ത് സമ്മിറ്റ് 1991. ഇവിടെ വെച്ച് 3 ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷനുകൾ, ഞാൻ ഈ ചർച്ച ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണ്. 3 ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷനുകൾ നമ്മൾ ഫോം ചെയ്തു. ഏതൊക്കെയാണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC, 3C, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തെ സംഘടന എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, UNCBD. ഓക്കെ ആണോ? ദെൻ മൂന്നാമത്തെ ഒരു കൺവെൻഷൻ കൂടി ഉണ്ടായിരുന്നു, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ, CD. അങ്ങനെ 3 ഓർഗനൈസേഷനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCC എന്ന് പറയുന്ന സംഘടനയാണ്. ഇവരെന്താ ചെയ്തേ? ഇവര് ഒരു 165ഓളം കൺട്രീസ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഒപ്പുവെച്ചു. അതിൽ എടുക്കുന്ന ഡിസിഷനുകൾ എല്ലാ കൺട്രീസിലേക്കും ബൈൻഡിങ് ആയിട്ട് തീരുമാനിച്ചു. അതുമാത്രമല്ല, ഓരോ വർഷവും ഈ കൺവെൻഷൻ വീണ്ടും കൂടും. അതിനെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ചില ഡിസിഷനുകൾ 3 ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷനുകൾ അവിടെ ഫോം ചെയ്തു. ദെൻ ഈ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് പറഞ്ഞു? നമുക്ക് പൊല്യൂഷനെ പിടിച്ചു കെട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ കൂട്ടും. അതിനെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാ പറയാ, COP. ഓക്കെ ആണോ? സോ COPs ഓരോ വർഷവും കൂടുകയും കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓരോ വർഷവും കൂടുകയും എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും. ദെൻ ആദ്യത്തെ സമ്മേളനത്തിൽ നമ്മൾ ചില ഡിസിഷനുകൾ കൂടി എടുത്തു. അവിടെ എന്താ ഡിസിഷൻസ് എടുത്തേ? അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ ആണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ. ആരാണോ പരിസ്ഥിതിയെ പൊല്യൂട്ട് ചെയ്യുന്നത് അവര് അതിന് പ്രൈസ് കൊടുക്കണം, വിച്ച് മീൻസ് പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ. നമ്മളുടെ കേരളത്തില് കൊക്കക്കോളയ്ക്കെതിരായിട്ടൊക്കെ സമരം ചെയ്ത് ഓർക്കുന്നുണ്ടോ? കൊക്കക്കോളയ്ക്കെതിരായിട്ട് പ്ലാച്ചിമടയിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് പ്ലാച്ചിമടയിൽ എന്താ കൊടുത്തത്? കോമ്പൻസേഷൻ കൊടുക്കാനായിട്ടുള്ള കാരണം ഈ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിളിന്റെ ക്ലോസ് ഒക്കെ നമ്മൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെതിരേക്ക് ശക്തമായിട്ട് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി? CD, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, CDR. ഓക്കെ, എന്താണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയും ചൈനയും പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. പക്ഷേ ഒരു ഹിസ്റ്ററിയെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും ആണോ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്തത്? അല്ല. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ഫോസിൽ ഫ്യൂവലുകൾ യൂസ് ചെയ്യുകയും കോളനി വൽക്കരണവും ഫാക്ടറികളും ഉപയോഗിക്കുകയും അൺലിമിറ്റഡ് ആയിട്ട്, ഞാൻ പറഞ്ഞു 1950 മുതലാണ് നമ്മൾ ഇങ്ങനെയുള്ള റെഗുലേഷനുകളൊക്കെ വെക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ റെഗുലേഷനെ കുറിച്ചിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ട്. അതിനു മുന്നേയും ഡെവലപ്ഡ് കൺട്രീസ് എണ്ണമറ്റ ഫാക്ടറികളും എണ്ണമറ്റ ഫോസിൽ ഫ്യൂവൽ കത്തിക്കൽ കാരണം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും മറ്റു പൊല്യൂട്ടൻസും എവിടെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളിയിട്ടുണ്ട്. മനസ്സിലായോ? സോ ഇപ്പോ ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് എന്താ ചെയ്യുന്നത്? അവര് ഒന്ന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അവര് കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയെ ബിൽഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് പാടില്ല. സോ എന്ത് പറഞ്ഞു? ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എമിഷൻസിന് ആര് റെസ്പോൺസിബിൾ ആണ്? ഡെവലപ്ഡ് കൺട്രീസ് റെസ്പോൺസിബിൾ ആണ്. എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ല മക്കളെ. ഇന്ത്യയും ചൈനയൊക്കെ പറഞ്ഞു, മക്കളെ USA ഒക്കെ വർത്തമാനം കയ്യിലിരിക്കട്ടെ, നമ്മളല്ല ആദ്യമായിട്ട് ഇവിടെ എമിഷൻസ് ചെയ്തു തുടങ്ങിയത്. നിങ്ങൾ UK-യും USA ഒക്കെ എമിറ്റ് ചെയ്തതിന്റെ പകുതി പോലും ഞങ്ങൾ ഇപ്പോഴും എമിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പരിപാടി ഇവിടെ നടക്കില്ല. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ്, ഓരോരുത്തർക്കും ഡിഫറൻഷിയേറ്റഡ്, എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിഫറൻസിയേഷൻ? ഹിസ്റ്റോറിക്കൽ ഫാക്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള
ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ എവിടെ പറഞ്ഞു? 1991 കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. എന്തിന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടിയിൽ? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, UNFCCയുടെ COPയിൽ നമ്മൾ പറഞ്ഞു. ദെൻ അവിടെയാണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ക്യോട്ടോയിൽ ഒരുമിച്ച് കൂടുന്നു. ഓരോ വർഷവും കൂടുന്നത് 97 ആയപ്പോൾ ക്യോട്ടോയിൽ, ജപ്പാനിലെ ക്യോട്ടോയിൽ ഒരുമിച്ച് കൂടുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഈ നമ്മളുടെ ക്ലോറോഫ്ലൂറോ കാർബണുകൾ അടക്കമുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഡിസിഷനുകൾ എടുത്തു. അവിടെയാണ് നമ്മൾ കാർബൺ ട്രേഡിങ്, ഞാൻ കാർബൺ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, കാർബൺ ട്രേഡിങ്, ദെൻ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടു. കാർബൺ ട്രേഡിങ്, കാർബൺ പ്രൈസിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. എന്താണ് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അതായത് എല്ലാ കൺട്രീസിനും എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ആര്? UNFCC ക്യോട്ടോ സമ്മേളനത്തിൽ വെച്ചിട്ട്. അതിൽ കൂടുതൽ നിങ്ങൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു കൺട്രിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻ എനർജിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ യുകെയുടെ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UK ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിയിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഒരു ക്ലീൻ എനർജിയിൽ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ക്ലീൻ എനർജി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവിറോൺമെന്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സംരംഭം തുടങ്ങണം. സോ ആർക്കാണ് ഗുണം? എൻവിറോൺമെന്റിന് അവർക്കൊരു പണിഷ്മെന്റുമായി, എന്നാൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് ഗുണവുമായി. സോ അതിനെയാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1997. ദെൻ 2015 വന്നു COP. ഓരോ വർഷവും നടന്നു പോകുന്നു. ദെൻ 2015 COP കൂടിയത് എവിടെയാണ്? പാരീസിലാണ്. എവിടെയാണ്? പാരീസിലാണ്. പാരീസ് ഉടമ്പടിയിൽ വെച്ചിട്ട് നമ്മൾ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പല ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും എന്ത് പറ്റും? വെള്ളത്തിന് അടിയിലായി പോകും, മഞ്ഞുരുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ലിമിറ്റ് ചെയ്തു? ഗ്ലോബൽ വാർമിംഗ് 2 ഡിഗ്രിയിൽ കൂടാനായിട്ട് പാടില്ല. COPയിൽ പാരീസിൽ വെച്ചിട്ടുള്ള ചർച്ചയിൽ എല്ലാവരും വന്നിട്ട് പറഞ്ഞു 2 ഡിഗ്രിയിലൊന്നും കൂടാനായിട്ട് പാടില്ല. അപ്പൊ തന്നെ ഈ ഐലൻഡ് കൺട്രീസ് ഓടി വന്നിട്ട് പറഞ്ഞു ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്, നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത്? അതായത് 2 ഡിഗ്രിയിൽ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ചെറിയ കൺട്രീസ് ഇവിടെ നിലനിൽക്കില്ല. ഞങ്ങൾ ഫിജി പോലെയുള്ള കൺട്രീസ് ലോകത്തിന്റെ ഭൂപടത്തിലേ ഉണ്ടാവില്ല. അതുകൊണ്ട് 2% എന്ന് പറയുന്നത് തെറ്റാണ്. 2% ഒന്നും കൂട്ടാൻ പാടില്ല. ദെൻ ലോക നേതാക്കന്മാരെല്ലാവരും ചർച്ച ചെയ്തു. ലോക നേതാക്കന്മാർ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ 2% കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ വേൾഡ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് ഒന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ഇതിനെ ഒന്ന് മയപ്പെടുത്തി. 2% ഒരിക്കലും കൂടാനായിട്ട് പറ്റില്ല. എന്നാൽ 1.5 ഡിഗ്രിയിലേക്ക് കൂടാതിരിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യും. മനസ്സിലായോ? സോ അങ്ങനെ ഒരു ക്ലോസ് എവിടെ വെച്ചു? 2% ഒരിക്കലും കൂടാൻ പാടില്ല. എന്നാൽ നമ്മളുടെ ഈ ഐലൻഡ് കൺട്രീസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടാതിരിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യണം എന്നൊരു ക്ലോസ് കൂടി അവിടെ വെച്ചു. അതാണ് പാരീസ് അഗ്രിമെന്റിൽ നടന്നത്. ദെൻ COP 16 നടന്നു, 17 നടന്നു. ദെൻ COP 27 2023 COP 27 നടന്നു. COP 27 ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. അതായത് ഈ UNFCCയിൽ അംഗങ്ങളായിട്ടുള്ള കൺട്രീസിന് എന്തെങ്കിലും ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു ടോട്ടൽ ഫണ്ട് ഇല്ല. അതിനു വേണ്ടിയിട്ട് ഒരു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നുള്ള ഒരു ഫണ്ട് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്തു? നമ്മൾ ഈ COP 27 ഈജിപ്തിലാണ് നടന്നത്. ഷെറം ഇ ഷെയ്ഖ് എന്ന് പറയും. അതായത് നമ്മളുടെ ഈ സീനായ് പെനിൻസുല ഉണ്ടല്ലോ, അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു ടൗൺ ആണ് ഈ ഷെറം ഇ ഷെയ്ഖ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഈ COP 27 നടന്നത്. ദെൻ COP 28 ആണെങ്കിൽ എവിടെയാണ് നടക്കുന്നത്? UAEയിലാണ് നടക്കുന്നത്.
ദെൻ COP29 കഴിഞ്ഞ വർഷം 2024 COP29 എവിടെ നടന്നു? അസർബൈജാൻ, ബാക്കു എന്ന് പറയും, അസർബൈജാനിൽ നടന്നു. ഇനി ഈ വർഷം COP30 ആണ് നടക്കാൻ പോകുന്നത്. COP30 എവിടെയാണ് നടക്കാൻ പോകുന്നത്? COP30 നടക്കുന്നത് ബ്രസീലിലാണ്. സോ നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിച്ചൂടെ? PSCയിലൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, COP30 നടക്കുന്നത് എവിടെ, അല്ലെങ്കിൽ COP29 നടന്നത് എവിടെ? സോ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഓക്കെ, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നാ ക്രിയേറ്റ് ചെയ്തേ. ഇപ്പോഴും ഇത് ക്രിയേറ്റ് ആയിട്ടില്ല, നമ്മൾ ചർച്ചയിലാണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് COP27 നമ്മളുടെ ഷെർമി ഷെയ്ഖിൽ ഈജിപ്തിൽ നടന്ന ഒരു സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ ആണോ? സോ ഇവിടെ എന്താണ്, ഇപ്പൊ നമുക്കൊരു പിക്ചർ കിട്ടിയല്ലോ. 1972 മുതൽ 2024 വരെ എങ്ങനെയാണ് നടന്നത് എന്നുള്ളൊരു പിക്ചർ കിട്ടിയല്ലോ. ദെൻ ജൂലൈ 23 എന്താ സംഭവിച്ചത്? ജൂലൈ 23 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു, അതായത് ഹിസ്റ്റോറിക്കൽ എമിഷൻസിന് ആര് റെസ്പോൺസിബിൾ ആണ്? റിച്ച് നേഷൻസ് റെസ്പോൺസിബിൾ ആണ്. കാരണം എന്താ? UK പോലെ, USA പോലെയുള്ള കൺട്രീസ് നിങ്ങൾ മുന്നേ എമിറ്റ് ചെയ്തതിന് നിങ്ങൾ ലീഗലി റെസ്പോൺസിബിൾ ആണ് എന്ന് ആര് പറഞ്ഞു? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു. അത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ? 92 പറഞ്ഞിട്ടുണ്ട്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും തന്ന് നമ്മളെ പോലെയുള്ള പാവങ്ങളെ പറ്റിക്കല്ലേ മച്ചാനെ. എന്താ പറഞ്ഞേ? നമുക്ക് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാം. സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇപ്പോൾ ലീഗലൈസ് ചെയ്യുകയാണ്. ആര്? നമ്മളുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലീഗലൈസ് ചെയ്യുകയാണ്. ഓക്കെ ആണോ? സോ ഇതിന് ചില കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ ട്രംപ് കയറിയിരിക്കുമ്പോൾ ട്രംപ് ഇങ്ങനെയുള്ള ഫണ്ടുകൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊന്നും കൊടുക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരിക്കണം ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടാകുന്നത്. ഓക്കെ ആണോ? പക്ഷേ ഇതിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വിധി വന്നു കഴിഞ്ഞാലും ഇതിന്റെ എൻഫോഴ്സ്മെന്റ് ചിലപ്പോൾ നടക്കില്ല. കാരണം ഇതൊരു ബൈൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ബൈൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന എല്ലാവരും അത് പാലിച്ചോളണം. പക്ഷേ ഈ നമ്മുടെ ICJയുടെ ഈ ഒരു വേർഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി നേച്ചർ മാത്രമാണ്. ഓക്കെ ആണോ? സോ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ നിങ്ങൾ ഒരു വിധി അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു എഗ്രിമെന്റ് നിങ്ങൾ സൈൻ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ ഈ UNFCCയിൽ നിന്ന് പുറത്തു പോകണം. മനസ്സിലായോ? അതിനെയാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ICJയുടെ ഡയറക്ഷൻ എന്താണ്? അത് ഒരു അഡ്വൈസറി മാത്രമാണ്. സോ അതിന് എത്രത്തോളം ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് എത്രത്തോളം നടക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ICJ ഇങ്ങനെ ഒരു വിധി പറഞ്ഞു, അത് നല്ലൊരു വിധിയാണ്. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എമിഷൻസിന് വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിധി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ വിധി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് വേർഡിക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണോ? സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഒരു ചെറിയ ഒരു ന്യൂസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ മലേറിയ. എന്താണ് ഈ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലേറിയ ഒരു വൈറൽ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. നമുക്കറിയാം കൊതുകാണ് ഈ മലേറിയ പകർത്തുന്നതെന്ന് നമുക്കറിയാം. അതായത് ഏത് കൊതുകാണ് നമ്മളുടെ ഇത് പകർത്തുന്നത്? നമ്മളുടെ മലേറിയ എന്ന് പറയുന്ന രോഗം പരത്തുന്നത്, കൊതുകിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മളെപ്പോഴും പണ്ട് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ മറ്റേ ഇതിൽ വിളിച്ചു പറയാറുണ്ടായിരുന്ന ഒരു പേരാണ്. കൊതുകിന്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെർട്ടിക്കുലർലി പേര് മറന്നുപോയി, സോറി. മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു വൈറസ് ഡിസീസുമല്ല, ഒരു ബാക്ടീരിയൽ ഡിസീസുമല്ല. ദെൻ എന്താണ് മലേറിയ? മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരസൈറ്റിക് ഡിസീസാണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം പാരാസൈറ്റുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാരസൈറ്റിക് ഡിസീസാണ് ഈ മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ PSCക്ക് ഒക്കെ ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇടക്കിടക്കല്ല എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ത്? മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിസീസാണ്? ദെൻ ഇത് ഏത് പ്ലാസ്മോഡിയമാണ് പകർത്തുന്നത്? പ്ലാസ്മോഡിയം ഫാൽസിപാരം
അല്ലെങ്കിൽ പ്ലാസ്മോഡിയം വിവാക്സ്, ഈ രണ്ട് പേരും ഏതെങ്കിലും ഒരു PSC പരീക്ഷയിൽ ഇടക്കിടക്ക് ചോദിച്ചിട്ടുണ്ടാവും. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും PSC ചോദിക്കുന്ന രണ്ട് പേരാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വിവാക്സ്. ഓക്കെ, അങ്ങനെ രണ്ട് എന്താണ് നമ്മളുടെ വെക്ടേഴ്സ്, പാരാസൈറ്റിക് വെക്ടേഴ്സ് ആണ് ഇത് പരത്തുന്നത്. ദെൻ അല്ല, പാരാസൈറ്റുകളാണ് ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ദെൻ പരത്തുന്നത് ആരാണ്? പരത്തുന്നത് മോസ്കിറ്റോസ് ആണ്. എന്ത് തരം മോസ്കിറ്റോസ്? ആ മോസ്കിറ്റോസിന്റെ പേരാണ് ഞാൻ മറന്നുപോയത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഈഡീസ് മോസ്കിറ്റോസ് ആണോ? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ ആ ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. ദെൻ ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ദെൻ എന്താ പറഞ്ഞത്? ഇതൊരു പാരാസൈറ്റിക് ഡിസീസസ് ആണ്. ദെൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതിന് വാക്സിൻസ് അവൈലബിൾ ആണോ? പാരാസൈറ്റുകൾ വഴി പരത്തുന്ന ഒരു രോഗം, അതിന് വാക്സിൻസ് അവൈലബിൾ ആണോ അല്ലയോ? വാക്സിൻസ് നമ്മൾ എന്തിനാ കേട്ടിരിക്കുന്നത്? വാക്സിൻസ് നോർമലി വൈറസുകൾക്കാണ്. എന്നാൽ വാക്സിൻസ് വൈറസുകൾക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഓക്കെ, വാക്സിൻസ് വൈറസുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ ആണോ? സോ വൈറസ് എന്താണ്, വാക്സിൻസ് മലേറിയയ്ക്കും അവൈലബിൾ ആണ്. മലേറിയയെ നമ്മൾ കേർബ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു രോഗമായിരുന്നു. കറന്റ് ചില ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ഇടയിലും ചില പെർട്ടിക്കുലർ ഏരിയകളിലും ഈ മലേറിയ എന്ന് പറയുന്ന രോഗം വീണ്ടും മൂർച്ഛിച്ചു വരുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കുക നിങ്ങൾ. മലേറിയ എന്ന് പറയുന്നത് ഒരു പാരാസൈറ്റിക് ഡിസീസസ് ആണ്. മോസ്കിറ്റോസ് ത്രൂ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഏതൊരു എയർബോൺ ഡിസീസസ് അല്ല, അതായത് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതല്ല, പകരം എന്താണ്, ഫ്ലൂയിഡിലൂടെ, പെർട്ടിക്കുലർലി ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ പ്ലാസ്മോഡിയം ഫാൽസിപാരം ആൻഡ് പ്ലാസ്മോഡിയം വിവാക്സ്, ഈ രണ്ട് പേരുകളും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണോ? സോ നമുക്ക് ഇന്ന് 5 ന്യൂസുകളായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ ന്യൂസുകളിലൂടെയും ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം കാണാം.